ഗൈസ് ഞാൻ ഇന്ന് സാമ്പാർ തേങ്ങ വറുത്തരച്ചുണ്ടാക്കണതാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പച്ചമല്ലി, ഒരു 4 വറ്റൽമുളക്, പിന്നെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന്, പിന്നെ ഒരു 2 മണി നല്ല ജീരകം ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ഇല്ലി കരിയേപ്പിൻ്റെ ഇലയാണ്. ഇതൊക്കെ ഞാൻ വറുക്കണത് പറ്റ സിമ്മിലാക്കിയാണ്ടാണ് കേട്ടോ. കൂട്ടിയാൽ പെട്ടെന്ന് കരിയും. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണത് അരമുറി തേങ്ങ കേട്ടോ, 2 പോണ വെളുത്തുള്ളിയും. അപ്പോൾ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചുമന്ന കളറാവുകയോളം വറുത്ത് കൊടുക്കണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിക്കൊരു 4 പോണ ചെറുള്ളിയും കൂടി കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം മൂപ്പായി തുടങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഇതിക്കൊരു പിഞ്ച് ഇതിൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാനതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയ്ക്ക്. അപ്പോൾ നമ്മളെ തേങ്ങാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരക്കാണ്ട്. ഇത് നമ്മൾ തൂമിക്കാനുള്ളതാണ്. താളിച്ച ഉരുവട്ടുകാണ്ട് അത് പൊട്ടിയേക്ക് നമ്മളൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി, ഒരു പിഞ്ച് കായപ്പൊടി, കറിവേപ്പിൻ്റെ ഇല, സാമ്പാർ പൊടി, ഇതാണ് താളിച്ചാനുള്ളത്. നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ താളിച്ച് വെച്ച താളിപ്പ് ഇതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളെ ലാസ്റ്റ് സാമ്പാർ. ദോശയും സാമ്പാറും.